ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയുള്ള ആക്രമണം ഇന്ത്യയിൽ ഊർജ്ജസ്വലമായിട്ട് നടക്കുകയാണ്. ശരിക്കും അറ്റാക്ക് നടക്കുന്നുണ്ട്. പലയിടത്തും പലത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് സംഘ് പരിവാറിന് അനുകൂലമായ പല മീഡിയകളും അത് മുഴുവനും താഴ്ത്തി വെക്കുന്ന ഈ അടിക്കുന്നവരും ഉപദ്രവിക്കുന്നവരും തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ അറിഞ്ഞു കാണും. കേരളത്തിലെ കൊട്ടാരക്കര കരിക്കത്തിനടുത്ത് ജോസ് തോമസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, ഏകദേശം അദ്ദേഹം 17 വർഷത്തോളമായിട്ട് ഉത്തർപ്രദേശിലെ ബലിയ ജില്ലയിൽ സിക്കന്ദർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മിഷണറി പ്രവർത്തനമുണ്ട്, അതേപോലെ ചർച്ചുണ്ട്. അവിടെയുള്ള ദലിറ്റ്സ് ആണ് അതിനകത്ത് 95% പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ ബജ്റാങ് ദളിന്റെ അൺനോൺ, അതായത് പരാതിക്കാരൻ ആരാണെന്ന് പോലും പോലീസ് പറയുന്നില്ല, അതായത് നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്നും പറഞ്ഞ് ഈ പറയുന്ന ജോസ് തോമസിനെ ഞായറാഴ്ച ആ പള്ളിയിലെ വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്, അതായത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് അതിൻ്റെ കോപ്പി എനിക്ക് കിട്ടി. അതിനകത്ത് കാണാം എന്താണ് ഈ ജോസ് തോമസിൻ്റെ കയ്യിൽ നിന്നും ഈ പോലീസ് 2-3 ചാക്കുകളിലായിട്ട് എടുക്കുന്നത്. അതായത് ബൈബിളുണ്ട്, റിലീജിയസ് ബുക്സ് ഉണ്ട്, അതേപോലെ അവിടെയുള്ള നാട്ടുകാരെ പഠിപ്പിക്കുവാൻ ഹിന്ദി ഭാഷയിലുള്ള പരിപാടികളുണ്ട്. ഇതാണ് ഈ ജോസ് തോമസ് കാണിച്ച ഏറ്റവും വലിയ തെറ്റ്. അതായത് ജനങ്ങളെ പഠിപ്പിക്കരുത്, അവർക്ക് ബോധം വെക്കരുത്. ആ രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. वो आपकी स्वतंत्रता है. यदि आपको इसे करना है सबसे पहले तो रजिस्ट्रेशन होगा. क्या चीज बोला? रजिस्ट्रेशन होगा, और रजिस्ट्रेशन के बाद फिर आपको एक धार्मिक ग्रंथ, अरे सुन लो धार्मिक ग्रंथ अभी मैं लेके चल रहा हूँ. रामायण को रेस्पेक्ट करते हैं, हम सभी धर्म को रेस्पेक्ट करते हैं. ठीक है, कोई बात नहीं. रामायण है आपके पास? रामायण कहाँ यहाँ पे रखा है? प्रणाम करता है. चल कोई बात नहीं, प्रणाम करता है, मैं भी प्रणाम करता हूँ. ऐसा नहीं कि मैं नहीं. सब पर्सनल क्या जा रहे सारे. ये डायरी रहने दो. लो डायरी. और क्या है? लो डायरी देख लो. जो भारत देश में रह रहे हैं सबके साथ मिलकर रहते हैं.